ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു മുട്ട പപ്സ് ഉണ്ടാക്കാം. അതിനുവേണ്ടി 3 സവാള നീളത്തിൽ അരിഞ്ഞതാണ്, 2 പച്ചമുളക്, ഒരു ശകല ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വാടി വരും. ഉപ്പ് ചേർക്കുമ്പോൾ പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് മുളക് പൊടി, ശകലം മുളക് പൊടി, ശകലം മഞ്ഞൾപ്പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി ശകലം എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. പൊടിയെല്ലാം ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ശകലം വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതുപോലെ ഗ്രേവി പരുവമായിരിക്കണം. ഇനി നമുക്ക് 4-5 മുട്ട പുഴുങ്ങാം. കുക്കറിലാണ് പുഴുങ്ങിയത്. രണ്ട് 3 കറിവേപ്പിലയും ചേർത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇനി നമുക്ക് മുട്ട 2ആയിട്ട് മുറിച്ച് വെക്കാം. പപ്പ് പേസ്ട്രിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, പപ്സ് ഉണ്ടാക്കുന്ന. അങ്ങനെ ഒരു പാക്കറ്റ് പപ്പ് പേസ്ട്രി 10 പീസുണ്ട്. 10 എണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഓരോ സ്പൂണ് ഇതിൻ്റെ നടുവിൽ വെക്കാം. ഇനി ഒരു പീസ് എടുത്ത് ഇതുപോലെ ആ മസാലയിലേക്ക് കമഴ്ത്തി വെക്കാം. എന്നിട്ട് 4 മൂലയും പിടിച്ച് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ പിടിച്ച് ഒന്ന് വിരലിന് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നമുക്ക് വെക്കാം. ഇനി ബാക്കിയുള്ളതും അതുപോലെ എല്ലാത്തിലും നമുക്ക് മസാല വെക്കാം. മസാല വെച്ചിട്ട് ഓരോ പീസ് മുട്ടയും അതിൽ കമഴ്ത്തി വെച്ച് 4 മൂലയും പിടിച്ച് ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം. പപ്സ് ഉണ്ടാക്കുന്ന ഷീറ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് മൈദ ചപ്പാത്തി പോലെ പരത്തിയിട്ട് സ്ക്വയറായി മുറിച്ചെടുത്തും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എയർ ഫ്രയറിൽ റെഡിയാക്കി എടുക്കാം. കുക്കറിലും ഇത് റെഡിയാക്കി എടുക്കാം. ശകലം എണ്ണ ഒഴിച്ച് കുക്കറിൽ വിസിൽ മാറ്റിയിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. നേരത്തെ ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് 180 ഡിഗ്രിയിൽ വെച്ചിട്ട് ഇതൊരു 20 മിനിറ്റാണ് കുക്ക് ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് തിരിച്ച് വെച്ചതിന് ശേഷം വീണ്ടും 10 മിനിറ്റ് അത് കുക്കാക്കി എടുക്കണം. അങ്ങനെ 4 എണ്ണമേ ഇതിൽ വെക്കാൻ പറ്റൂ. ഇനി നമുക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ കുറച്ച് ഓയിലാണ് തേച്ചത്. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒരു ഭാഗം നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തിരിച്ച് വെക്കാം. നല്ല ചൂട് കാണും, കൈ കൊള്ളാതെ നോക്കണം. ഇനി നമുക്ക് 10 മിനിറ്റ് കൂടി നോക്കാം. ആദ്യത്തെ ബാച്ചെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തത് വെക്കാം. മുട്ട പുഴുങ്ങിയിട്ടിരുന്നാൽ വേഗം നമുക്കിത് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഉള്ളി വഴറ്റുന്ന താമസമേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും. അങ്ങനെ നമ്മുടെ നല്ലതുപോലെ മൊരിഞ്ഞ, കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനെക്കാട്ടി നല്ലതുപോലെ മൊരിഞ്ഞ മുട്ട പപ്സ് ഇവിടെ റെഡിയായിട്ടുണ്ട്. എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സാൾട്ടഡ് ബട്ടർ സൗദി ചാനൽ ഫോളോ ചെയ്യുക. ഇതുപോലുള്ള റെസിപ്പികളുമായി വരുന്നു.